കൂട്ടിക്കൽ ഉരുൾപൊട്ടൽ ബാധിതർക്ക് ശാപമോക്ഷം. സേവാഭാരതി നിർമ്മിച്ച 8 വീടുകളുടെ താക്കോൽദാനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നിർവഹിച്ചു. ഭാരതമാതാവിനോടുള്ള നിസ്വാർത്ഥ സേവനമാണ് RSSന്റെയും സേവാഭാരതിയുടേതുമെന്ന് ലക്ഷ്യമെന്ന് ഗവർണർ പറഞ്ഞു. ഈ റിപ്പോർട്ടിന് ശേഷം ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സ് തുടരും. ഉണ്ടായ സമയത്ത് ഞങ്ങൾ വിളിക്കുമ്പോൾ ഇവർ രണ്ടുപേര് ഇളയ കൊച്ചും അവളെ ഉള്ളായിരുന്നു തന്നെ. അന്നേരം വെള്ളം കയറി, പെരക്കകത്ത് വെള്ളം കയറി, ഇവിടം വരെ വെള്ളം കയറിയപ്പോഴത്തേന് ഫോൺ വിളിക്കാനൊന്നുമില്ല. ഞാനവിടെ 11 മണിയായിട്ടും കൊച്ചിൻ്റെ വിളി വന്നില്ല, ഫോൺ വിളിക്കുന്നില്ല. അവൾ വിളിക്കുക. അന്നേരം ഞാൻ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക. അന്നേരമാണ് മുണ്ടക്കയത്തൂടെ ആൾക്കാർ വെള്ളം കൂട്ടിക്ക് ഉരുള് പൊട്ടി വെള്ളം പോയെന്നും പറയുന്നത്. അന്നേരം ഞാൻ അടുത്തൊരു ഫോൺ മേടിച്ച് കൊച്ചിനെ വിളിച്ചപ്പോൾ, അമ്മേ ഞങ്ങളുടെ വീട്ടിൽ മൊത്തം വെള്ളം കയറി അമ്മച്ചി. 11:30 ആയപ്പോൾ വെള്ളം കയറി, ഞങ്ങളെല്ലാം നിൽക്കുക. ഞങ്ങൾക്ക് അക്കരെ കടക്കാൻ വയ്യാത്ത അത് ഭയങ്കര ഒരു വിഷമത്തിലായിരുന്നു. 2021 ഒക്ടോബർ 16 കൂട്ടിക്കൽ കൊക്കയാർ പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടൽ. കഴിഞ്ഞ 4 വർഷങ്ങളായി അന്ന് വീണ ചുഴിയിൽ പിടയുകയായിരുന്നു ദുരന്തബാധിതർ. തുണയായി എത്തിയ സേവാഭാരതി നിർമ്മിച്ചു നൽകിയ സ്നേഹനികുഞ്ചത്തിലെ 8 വീടുകളിൽ ഇന്ന് നിലവിളക്കുകൾ തെളിഞ്ഞു. അടുക്കളയിൽ തിളച്ചുതൂവി സമൃദ്ധിയുടെ വെൺപാൽ. അണപൊട്ടി കണ്ണുനീർ. കൊച്ചിന് വീടില്ലായിരുന്നു, വീട് കിട്ടിയ സന്തോഷമുണ്ട്. ഇന്നലെ വരെ മഴയായിരുന്നു, നല്ല സന്തോഷമുണ്ട്, ഹാപ്പിയായി. എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഞങ്ങൾ 3 പേരേ ഉള്ളൂ. നമുക്ക് വീടില്ലാതെ ഒത്തിരി ബുദ്ധിമുട്ടിയിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ സേവാഭാരതിയുടെ അംഗമായിരുന്നു എൻ്റെ ഭർത്താവ്. അങ്ങനെ എനിക്കിത് കിട്ടിയത് പറഞ്ഞറിയിക്കാത്ത സന്തോഷമാണ്. പിന്നെ ഒത്തിരി സഹായം ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഒത്തിരി സഹായം എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടെ വീട്ടിൽ വന്ന് കണ്ട് അന്നേരം പറഞ്ഞ് ശാന്തി പ്രസാദിന് ഒരു വീട് കൊടുക്കണമെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. സേവാഭാരതിയുടെ തല ചായ്ക്കാൻ ഒരിടം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടുകൾ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സമർപ്പിച്ചു. ഭാരതമാതാവിനോടുള്ള നിസ്വാർത്ഥ സേവനമാണ് RSSന്റെയും സേവാഭാരതിയുടെയും ലക്ഷ്യമെന്ന് ഗവർണർ. That Manav Seva is Ishwar Seva. The service to people is service to God. And that is exactly what Seva Bharati is doing. Seva Bharati has inspiration from such people. Seva Bharati has taken inspiration of doing this work from Rashtriya Swayamsevak Sangha, that is commonly known as RSS. ഗൃഹസമർപ്പണത്തിനപ്പുറം ഇവരുടെ തുടർ ജീവിതത്തിനും സേവാഭാരതി തണലൊരുക്കുമെന്ന് സേവാ സന്ദേശം നൽകി RSS ദക്ഷിണ കേരള പ്രാന്ത പ്രചാരക് S. സുദർശൻ പറഞ്ഞു. അവരുടെ ജീവിതം കരുപിടിപ്പിക്കുന്നതിന് നമുക്കിനിയും നമ്മളാൽ കഴിയുന്ന വിധം എല്ലാവിധ സഹകരണങ്ങളും ഉറപ്പാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കണം. നമ്മുടെ ഭഗവത്ഗീത പറയുന്നത് പോലെ പരസ്പരം ഭാവയന്തഃ, പരസ്പരം സഹശ്രയ പരമവാപ്സ്യത എന്ന് പറയും. നമ്മുടെ ഈ നാട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പരസ്പരം സഹകരിച്ചുകൊണ്ട് ഒരു ആളും ഞാൻ അനാഥരാണ്, നിരാലംബരാണ് എന്ന് വന്നുകൂടാ. സംപൂജ്യ ഗരുഡധ്വജാനന്ദ തീർത്ഥപാദ സ്വാമികൾ, കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, സേവാഭാരതി സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ രഞ്ജിത്ത് വിജയഹരി, ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് രശ്മി ശരത്, ഇൻഫോസിസ് പ്രതിനിധി സുനിൽ ജോസ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ജീവിതത്തിന്റെ കയ്പുനീരിന് ഇനി വിടാം. ജീവിതം ഇവർ വീണ്ടും കരുപിടിപ്പിക്കുകയാണ്. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ നൽകിയ കരുതലിൽ, തണലിൽ അതിജീവിതർ വീണ്ടും ജീവിച്ചു തുടങ്ങുന്നു. ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം മിഥുനയ്യപ്പൻ, ജനം.